ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻസിനെ പറ്റിയാണ്. ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻറ്റ് ഇസ് എ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ് ഓർ ബോൺ ആൻഡ് കാർട്ടിലേജ്. മറ്റ് രണ്ട് പേരുകൾ ആർട്ടിക്കുലേഷൻ അല്ലെങ്കിൽ ആർത്രോസിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ബോൺസ് തമ്മിലുള്ള അല്ലെങ്കിൽ ബോണും കാർട്ടിലേജുകളും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ മീറ്റിംഗ് പോയിൻറ്റിനാണ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് ഫംഗ്ഷനാണ് ജോയിൻറ്റ്സിനുള്ളത്. ഒന്ന്, സ്കെലിറ്റന് മൊബിലിറ്റി കൊടുക്കുക, അതായത് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, ബോൺസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, സ്കെലിറ്റനുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് അതിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇനിയും ജോയിൻറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളതിനെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. ഒന്നാമത്തേത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, രണ്ടാമതായിട്ട് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നാലാമതായിട്ട് നമ്പർ ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ്, അതായത് എത്ര ബോൺസ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ജോയിൻറ്റ് ഫോം ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനാണ്. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ പ്രധാനമായിട്ടും 3 സബ് ക്ലാസിഫിക്കേഷൻ വരും: ഫൈബ്രസ് ജോയിൻറ്റ്, കാർട്ടിലേജിനസ് ജോയിൻറ്റ്, സൈനോവിയൽ ജോയിൻറ്റ്. ഇതിൽ ഫൈബ്രസ് ജോയിൻറ്റ് വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: സ്യൂച്ചേഴ്സ്, സിൻഡെസ്മോസിസ്, ഗോംഫോസിസ്. കാർട്ടിലേജിനസ് ജോയിൻറ്റ് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്, അതിന് സിൻകോൺഡ്രോസിസ് എന്നും പറയും. സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്, അതിന് ആംഫി ആർത്രോസിസ് എന്നും പറയും, അല്ലെങ്കിൽ സിൻ ആർത്രോസിസ് എന്നും പറയും. ഇനി മൂന്നാമത്തെ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈനോവിയൽ ജോയിൻ്റ് ആണ്. സൈനോവിയൽ ജോയിൻറ്റിൻ്റെ അണ്ടറിൽ ഒത്തിരി അധികം ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്: ബോൾ ആൻഡ് സോക്കറ്റ്, സാഡിൽ അല്ലെങ്കിൽ സെല്ലാർ ജോയിൻറ്റ്, ബൈകോണ്ടേലാർ ജോയിൻറ്റ്, എലിപ്സോയിഡ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് അല്ലെങ്കിൽ ട്രോക്കോയിഡ് ജോയിൻറ്റ്, പ്ലെയിൻ ജോയിൻറ്റ്, ഇവയൊക്കെ സൈനോവിയൽ ജോയിൻറ്റിൻ്റെ സബ് ക്ലാസിഫിക്കേഷനായിട്ട് വരും. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ തന്നെ ഇമ്മൂവബിൾ, അതായത് മൂവ്മെൻറ്റേ ഇല്ലാത്ത ജോയിൻറ്റുകൾ, സ്ലൈറ്റ്ലി മൂവബിൾ, ചെറിയ മൂവ്മെൻ്റ് ഉള്ളത് മൂവബിൾ ജോയിൻറ്റ്, അതായത് ഏറ്റവും കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ ഉള്ളത് മൂവബിൾ ജോയിൻറ്റ്സിനാണ്. മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റീജിയണൽ ക്ലാസിഫിക്കേഷനാണ്. അതായത് ശരീരത്തിൽ ഈ ജോയിൻറ്റുകൾ ഏത് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് ബേസ് ചെയ്തിട്ടാണ് റീജിയണൽ ക്ലാസിഫിക്കേഷൻ. ഇതിൽ 3 ടൈപ്പ് ഉണ്ട്: സ്കൾ ടൈപ്പ് ഉണ്ട്, വെർട്ടിബ്രേ ടൈപ്പ് ഉണ്ട്, ലിംബ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇമ്മൂവബിൾ ജോയിൻറ്റ് എന്ന് പറയുന്നത് സ്കൾ ടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യാം. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റിൻ്റെ ഒരു കമ്പാരിസണായിട്ട് വെർട്ടിബ്രൽ ടൈപ്പ് ഓഫ് ജോയിൻറ്റിനെ എടുക്കാം. അതായത് ഈ രണ്ട് ക്ലാസിഫിക്കേഷനിലുള്ളൊരു പാരലലിസമാണ് നമ്മൾ പറയുന്നത്. ഇനിയും മൂവബിൾ ജോയിൻറ്റ്, ലിംബ് ടൈപ്പ് ഓഫ് ജോയിൻ്റാണ് മോസ്റ്റ്ലി മൂവബിൾ ജോയിൻ്റുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇനിയും ഈ റീജിയണൽ ക്ലാസിഫിക്കേഷനിലെ സ്കൾ ടൈപ്പ്, വെർട്ടിബ്രേ ടൈപ്പ്, ലിംബ് ടൈപ്പ്, ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും സ്കൾ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൂടുതലുള്ളതും മൊബിലിറ്റി കുറവുള്ളതുമാണ്. വെർട്ടിബ്രൽ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ആണ്. ലിംബ് ടൈപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി മൂവ്മെൻറ്റിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ജോയിൻറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് ബോൺസ്, അതായത് എത്ര ബോൺസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇതിൽ 3 സബ് ക്ലാസിഫിക്കേഷനാണ്: സിമ്പിൾ ജോയിൻറ്റ്, കോമ്പൗണ്ട് ജോയിൻറ്റ്, കോംപ്ലെക്സ് ജോയിൻറ്റ്. സിമ്പിൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 ബോൺസ് മാത്രം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇൻ്റർ ഫലാഞ്ചിയൽ ജോയിൻറ്റ്, അതായത് നമ്മുടെ വിരലുകളുടെ ഇടയിലുള്ള, നമ്മുടെ വിരലുകൾ മടക്കുമ്പോൾ ഉള്ള ജോയിൻറ്റ്സ് ആണ് ഇൻ്റർ ഫലാഞ്ചിയൽ ജോയിൻറ്റ്സ്, അതായത് നമ്മുടെ ഫലാഞ്ചസിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റ്സ്. ഇനി കോമ്പൗണ്ട് ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ അതായത് 3 അതിലധികമോ ബോൺസ് ജോയിൻ ചെയ്യുന്ന, അല്ലെ ബോൺസ് ആൻഡ് കാർട്ടിലേജ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് കോമ്പൗണ്ട് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എൽബോ ജോയിൻറ്റ്. എൽബോ ജോയിൻറ്റിൽ ഹ്യൂമറസ് ഉണ്ട്, അതേപോലെ തന്നെ റേഡിയസ് ആൻഡ് അൾന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിസ്റ്റ് മറ്റൊരു എക്സാമ്പിളാണ്. ഇനി കോംപ്ലെക്സ് ജോയിൻറ്റ്. കോംപ്ലെക്സ് ജോയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡിസ്ക് അല്ലെങ്കിൽ മെനിസ്കസ് അല്ലെങ്കിൽ ഒരു ഫൈബ്രോ കാർട്ടിലേജ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ജോയിൻറ്റ് സ്പേസിനെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രസൻസ് ഓഫ് ഡിവൈഡർ ഈ ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂളിനുള്ളിലുള്ളതാണ് കോംപ്ലെക്സ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ടെമ്പറോ മാൻറ്റിബുലർ ജോയിൻറ്റ്. ടെമ്പറോ മാൻറ്റിബുലർ ജോയിൻറ്റിൽ ഒരു ഡിസ്ക് അല്ലെ മെനിസ്കസിൻ്റെ പ്രസൻസ് കാരണം 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ആ ജോയിൻറ്റ് ഡിവൈഡ് ആവുന്നുണ്ട്. അതേപോലെ സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻറ്റ് മറ്റൊരു എക്സാമ്പിളാണ്. ഇനി ഇതിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഫൈബ്രസ് ജോയിൻ്റ് ആണ്. ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതിൽ ഫൈബ്രസ് ടിഷ്യൂ ആണ് ബോൺസിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്.
ഇതിൽ ആദ്യത്തെ സബ് കാറ്റഗറി എന്ന് പറയുന്നത് സ്യൂച്ചേഴ്സ് ആണ്. സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ സ്കള്ളിൻ്റെ ഇടയിലായിട്ട് കാണുന്നതാണ്. ഇവിടെ സ്യൂച്ചറൽ ലിഗമെൻറ്റ്സ് ആണ് സ്കൾ ബോൺസിനെ ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനിയും സ്യൂച്ചറൽ ലിഗമെൻറ്റ്സ് കൊണ്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഈ സ്യൂച്ചറൽ ജോയിൻറ്റ്സ് അതൊരു സിൻ ആർത്രോട്ടിക് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു ജോയിൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയുന്നത് സിൻഡെസ്മോസിസ് ആണ്. ഇവിടെ ഒരു ഇൻ്റർഓഷ്യസ് ലിഗമെൻറ്റ് അല്ലെങ്കിൽ മെംബ്രെയിൻ, ഇൻ്റർ ഓഷ്യസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോണിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലിഗമെൻറ്റ് അല്ലെങ്കിൽ മെംബ്രെയിനാണ് സിൻഡെസ്മോസിസിലുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടിബിയോ ഫിബുലാർ ജോയിൻറ്റ്, അതായത് ടിബിയ ആൻഡ് ഫിബുല കാലിലുള്ളത്, അല്ലെങ്കിൽ കയ്യിൽ നോക്കുകയാണെങ്കിൽ റേഡിയോ അൾനാർ ജോയിൻറ്റ്. നമ്മൾ കൈ ഇങ്ങനെ പ്രോണേഷൻ സുപ്പിനേഷൻ മൂവ്മെൻറ്റിൽ വരാനുള്ള റീസൺ നമ്മുടെ റേഡിയോ അൾനാർ ജോയിൻറ്റ് കാരണമാണ്. അതായത് റേഡിയസിൻ്റെയും അൾനയുടെയും ഇടയിലുള്ള ഇൻ്ററോഷ്യസ് മെംബ്രെയിനാൽ ജോയിൻ്റ് ആയിട്ടുള്ള സിൻഡെസ്മോട്ടിക് ജോയിൻ്റ് ആണ് നമ്മുടെ പ്രോണേഷൻ ആൻഡ് സുപ്പിനേഷൻ മൂവ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ. ഇനി ഫൈബറസ് ജോയിൻറ്റിൽ മൂന്നാമത്തെ ടൈപ്പാണ് ഗോംഫോസിസ് എന്ന് പറയുന്നത്. ഗോംഫോസിന് പെഗ് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്നൊരു പേരും കൂടിയുണ്ട്. പെഗ് ഒരു സോക്കറ്റിലിരിക്കുന്നത് പോലെയാണ് ഈ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ ടൂത്ത് നമ്മുടെ മാക്സിൽ അല്ലെങ്കിൽ മാൻഡിബിളിലെ ഒരു ഗ്യാപ്പിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗോംഫോസിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഇമ്മൂവബിൾ ആണ്. അതൊരു ഫൈബ്രസ് ടൈപ്പ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ്. ഈ ഫൈബ്രസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ, എക്സാമിനൊക്കെ ഉപയോഗപ്പെടുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് എൻ്റെ ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ജോയിൻ്റ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻറ്റ് തന്നെ രണ്ട് ഡിവിഷനുണ്ട്. സിൻകോൺട്രോസിസ് അഥവാ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻ്റ് ഉണ്ട്. സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് അഥവാ സിംഫൈസിസ് അല്ലെങ്കിൽ ആംഫി ആർത്രോസിസ് എന്നൊരു കാറ്റഗറിയും ഉണ്ട്. പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻ്റ് എന്ന് പറയുന്നത് അതിനൊരു ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്ലേറ്റ് ആണ്. അത് നമ്മുടെ എപ്പിഫൈസിസ് ആൻഡ് ഡയഫൈസിസ് ഓഫ് ലോങ് ബോണിന് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള, അതായത് ഒരു ഹൈലൻ കാർട്ടിലേജ് കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ട്. ഇതൊരു പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അത് ടെമ്പററി ആണ്. ഗ്രോത്തിൻ്റെ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്രോത്ത് കംപ്ലീറ്റ് ആകുമ്പം ഈ ഗ്രോത്ത് പ്ലേറ്റ് റീപ്ലേസ്ഡ് ആവുകയും ഈ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. സോ അത് ടെമ്പററി ആണ്. ഇനി സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഫൈബ്രോ കാർട്ടിലേജ് ആണ് അവിടെ ഉള്ളത്. പെർമനൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. ത്രൂ ഔട്ട് ലൈഫിൽ ഈ ജോയിൻറ്റ് കാണും. ഇതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്, അതായത് വെർട്ടിബ്രൽ ബോഡീസിനിടയ്ക്കായിട്ടുള്ള വെർട്ടിബ്രൽ ബോൺസിനിടയ്ക്കായിട്ടുള്ള ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്. അതേപോലെ പ്യൂബിക് സിംഫൈസിസ്, നമ്മുടെ രണ്ട് ഹിപ്പ് ബോൺസിനെ ആൻറ്റീരിയർലി ജോയിൻ ചെയ്യിപ്പിക്കുന്ന പ്യൂബിക് സിംഫൈസിസ് ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് സ്ലൈറ്റ് മൂവ്മെൻറ്റ് പെർമിറ്റ് ചെയ്യും, എന്നാൽ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് ഇമ്മൂവബിളും ആണ്. സോ ഇപ്പം എക്സാമിന് നമുക്കൊരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റിൽ ഹൈലൻ കാർട്ടിലേജ് ആണ്, സെക്കൻഡറി കാർട്ടിലേജിനസ് ജോയിൻറ്റിൽ ഫൈബ്രോ കാർട്ടിലേജ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ് ഇമ്മൊബൈലാണ്, സെക്കൻഡറി സ്ലൈറ്റ്ലി മൂവബിൾ ആണ്. പ്രൈമറി മുന്നേ പറഞ്ഞു ടെമ്പററി ആണ്, കുറച്ച് കഴിയുമ്പോൾ അത് റിപ്ലേസ്ഡ് ആവും. എന്നാൽ സെക്കൻഡറി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, ത്രൂ ഔട്ട് ലൈഫ് ഉണ്ട്. പ്രൈമറിയുടെ ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ഗ്രോത്ത് പ്ലേറ്റ് ആണ്. സെക്കൻഡറിയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പ്യൂബിക് സിംഫൈസിസ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻറ്റും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ എക്സാമിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഡയഗ്രാം വരച്ച് കൂടുതൽ മാർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് സൈനോവിയൽ ജോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, സൈനോവിയൽ ജോയിൻറ്റിനെ മാത്രം ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ സൈനോവിയൽ ജോയിൻറ്റിനെ പറ്റി മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ബ്രീഫായിട്ട് സൈനോവിയൽ ജോയിൻറ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു പോകാം. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സ്, രണ്ട് അതിൻ്റെ ടൈപ്സ്. സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇവോൾവ് ആയിട്ടുള്ളതും ഏറ്റവും മൊബൈലായിട്ടുള്ള, ഏറ്റവും മൊബിലിറ്റി കൂടുതലുള്ള ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സൈനോവിയൽ ജോയിൻറ്റിന് ഒരു ആർട്ടിക്കുലർ സർഫസ് ഉണ്ടായിരിക്കും. അത് ഹൈലൻ കാർട്ടിലേജ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ഹൈലൻ കാർട്ടിലേജ് കൊണ്ടുള്ളൊരു ആർട്ടിക്കുലർ സർഫസ്, അതാണ് ഫസ്റ്റ് കീ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. 7 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. രണ്ടാമത്തേത് സൈനോവിയൽ ഫ്ലൂയിഡ് പ്രസൻ്റ് ആയിരിക്കും. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഈ ജോയിൻറ്റിൻ്റെ ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത്
ഫൈബ്രസ് ജോയിൻറ്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ക്യാപ്സുലാർ ലിഗമെൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഈ സൈനോവിയൽ മെംബ്രെയിനിൽ നിന്നാണ് സൈനോവിയൽ ഫ്ലൂയിഡ്, അതായത് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിഗമെൻറ്റ്സ്, അതായത് പ്രൈമറി ആൻഡ് ആക്സസറി ആയിട്ടുള്ള ലിഗമെൻറ്റ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇത് ജോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. നൗ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രാ ക്യാപ്സുലാർ, അതേപോലെ ഇൻട്രാ ആർട്ടിക്കുലായിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അതായത് ഇൻട്രാ ആർട്ടിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഡൻസ്, അതുപോലെ ജോയിൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ലേബ്രം, ഫാറ്റ് പാഡ്സ്, ആർട്ടിക്കുലാർ ഡിസ്ക്, ഇതൊക്കെയാണ് ഇൻട്രാ ആർട്ടിക്കുലാർ സ്ട്രക്ചേഴ്സ്. ഇതൊക്കെ ഒരു സൈനോവിയൽ ജോയിൻറ്റിൽ പ്രസൻ്റ് ആയിരിക്കും. ലാസ്റ്റ്ലി ഫ്രീ മൂവ്മെൻറ്റ്, അതായത് ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും സൈനോവിയൽ ജോയിൻറ്റിന് മറ്റ് ജോയിൻറ്റുകളെ അപേക്ഷിച്ച്. നൗ സൈനോവിയൽ ജോയിൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷേപ്പ് ആൻഡ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനെ പറ്റിയാണ്. ഇതിന് സ്പിറോയിഡൽ ജോയിൻറ്റ് എന്നൊരു പേരും കൂടിയുണ്ട്. ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്. ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ഓഫ് ജോയിൻ്റാണ് ഹിപ്പ് ആൻഡ് ഷോൾഡർ. ഇത് മൾട്ടി ആക്സിയൽ ആയിട്ടുള്ള ജോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്ലെയിൻസിലുള്ള മൂവ്മെൻറ്റ് പോസിബിളാണ്. അതായത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ പോസിബിളാണ്, അഡക്ഷൻ അബ്ഡക്ഷൻ പോസിബിളാണ്, റൊട്ടേഷൻ പോസിബിളാണ്. സോ മൾട്ടി ആക്സിയൽ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് സ്പിറോയിഡൽ ജോയിൻറ്റ്സിന് പോസിബിളാണ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സെലാർ ഓർ സാഡിൽ ജോയിൻ്റ് ആണ്. ഇതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് കാർപ്പോ മെറ്റകാർപ്പൽ. അതായത് നമ്മുടെ തമ്പിൻ്റെ കാർപ്പോ മെറ്റകാർപ്പൽ ജോയിൻറ്റ്. ഇത് ബൈ ആക്സിയൽ ആയിട്ടുള്ളൊരു ജോയിൻ്റാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് ഒപ്പോസിബിലിറ്റി ഉള്ള, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ലിറ്റിൽ ഫിംഗർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഹാൻഡിലേക്ക് വരെ മൂവ് ചെയ്യാനുള്ള ഒപ്പോസിബിൾ മൂവ്മെൻറ്റ് ഉള്ളൊരു ജോയിൻ്റാണ് നമ്മുടെ തമ്പിൻ്റെ കാർപ്പോ മെറ്റകാർപ്പൽ ജോയിൻറ്റ്. ഇതൊരു സാഡിൽ അല്ലെങ്കിൽ സെല്ലാർ ടൈപ്പ് ഓഫ് ജോയിൻ്റാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എന്ന് പറയുന്നത് കോണ്ടേലാർ അല്ലെങ്കിൽ ബൈ കോണ്ടേലാർ ടൈപ്പ് ഓഫ് ജോയിൻ്റാണ്. ഈ കോണ്ടേലാർ അല്ലെങ്കിൽ ബൈ കോണ്ടേലാർ ടൈപ്പ് ഓഫ് ജോയിൻറ്റിൽ ഏറ്റവും ക്ലാസിക് ഉള്ളൊരു എക്സാമ്പിളാണ് നീ എന്ന് പറയുന്നത്. പ്രൈമറിലി ഒരു പ്ലെയിനിലായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇനി ഒരു പ്ലെയിനിലാണ് മൂവ്മെൻറ്റ് എങ്കിലും ചെറിയ റൊട്ടേഷനൊക്കെ പോസിബിളാണ്. ഇനിയും ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്ലിനിക്കൽ റെലവൻസ് ആണ് ACL ടയർ എന്നൊക്കെ പറയുന്നത്. ACL ടയറൊക്കെ നമ്മുടെ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കണ്ടീഷൻസാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻ്റ് ആണ് എലിപ്സോയിഡ് ജോയിൻറ്റ്. റേഡിയോ കാർപ്പൽ ജോയിൻറ്റ്, നമ്മുടെ റിസ്റ്റിലുള്ള ജോയിൻ്റാണ് എലിപ്സോയിഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇതും ബൈആക്സിയലാണ്. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, അഡക്ഷൻ അബ്ഡക്ഷൻ, അതായത് ബോഡിയോടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതിനെ അഡക്ഷൻ എന്നും ബോഡിയിൽ നവേ മൂവ് ചെയ്യുന്നതിനെ അബ്ഡക്ഷൻ എന്നും പറയുന്നു. സോ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ അതേപോലെ അഡക്ഷൻ അബ്ഡക്ഷൻ ഉള്ളൊരു ജോയിൻ്റാണ് എലിപ്സോയിഡ് ജോയിൻറ്റ്. നെക്സ്റ്റ് വെറൈറ്റി ഓഫ് സൈനോവിയൽ ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെ ആക്സിസിനെയാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പം അതേപോലെയുള്ള ഒരു യൂണി ആക്സിയൽ ആയിട്ടുള്ള ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് മാത്രമുള്ളൊരു ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻറ്റ്. എക്സാമ്പിൾ എൽബോ. അതേപോലെ ഇൻ്റർ ഫെലാഞ്ചിയൽ ജോയിൻറ്റ്, നമുക്ക് മടക്കാനും നിവർത്താനും പറ്റുന്ന ജോയിൻറ്റ്സാണ് ഹിഞ്ച് ജോയിൻറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിവറ്റ് അല്ലെങ്കിൽ ട്രോക്കോയിഡ് ജോയിൻറ്റ് എന്ന് പറയും. ഈ പിവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത് പിവറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നെക്ക് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിക്കാൻ പറ്റുന്നത് അവിടെ ഒരു പിവറ്റ് ജോയിൻറ്റ് ഉള്ളതുകൊണ്ടാണ്. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ്. അറ്റ്ലസ് ആൻഡ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ 2 വേർട്ടിബ്രയുടെ പേരാണ്. സോ അതിനിടയ്ക്കുള്ള അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ് ഒരു പിവറ്റ് ജോയിൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കഴുത്തിനെ 2 സൈഡിലേക്കും തിരിക്കാൻ പറ്റുന്നത്. അതേപോലെ പ്രോക്സിമൽ റേഡിയോ അൾനാർ ജോയിൻറ്റ്, അതായത് നമ്മുടെ റേഡിയസും അൾനയ്ക്കും ഇടയ്ക്കായിട്ട് പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ആയിട്ട് ജോയിൻറ്റ്സ് ഉണ്ട്. അതിൽ പ്രോക്സിമൽ നമ്മുടെ എൽബോയോട് ചേർന്നിരിക്കുന്ന ജോയിൻറ്റ് റേഡിയോ അൾനാർ ജോയിൻ്റാണ്. അത് ഒരു പിവറ്റ് ആക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് കൈ ഇങ്ങനെ പ്രൊണേഷൻ ആൻഡ് സൂപ്പിനേഷൻ തിരിക്കാൻ വേണ്ടി പറ്റുന്നത്, ഒരു സ്ക്രൂ തിരിക്കുന്ന ഒരു മോഷൻ പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ജോയിൻ്റ് ആണ്. പ്ലെയിൻ ജോയിൻറ്റ് മെയിൻലി ഇൻ്റർ കാർപ്പൽ ജോയിൻ്റ് ആണ്. ഇവിടെ ഒരു ഗ്ലൈഡിങ് അല്ലെങ്കിൽ സ്ലൈഡിങ് മൂവ്മെൻ്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതേപോലെ റിസ്റ്റ് ഫുട്ടിലൊക്കെ ഈ ഗ്ലൈഡിങ് ആൻഡ് സ്ലൈഡിങ് മൂവ്മെൻ്റ് ഉള്ള പ്ലെയിൻ ജോയിൻറ്റ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സൈനോവിയൽ ജോയിൻറ്റിനെ പറ്റി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്, അതുകൂടെ റെഫർ ചെയ്യണം. ജനറലി ഇപ്പം ജോയിൻറ്റ്സ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻ തന്നെ ധാരാളമാണ്. സൈനോവിയൽ ജോയിൻറ്റ് വരയ്ക്കാൻ വേണ്ടി ഈസി ആയിട്ട് വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു വെരി മച്ച്.